കർക്കിടക മാസമാകുമ്പോൾ പത്തില തോരൻ കഴിക്കണമെന്നാണല്ലോ പ്രമാണം. പത്തില പോയിട്ട് ഒരു ഇല പോലും തപ്പി ഇറങ്ങാൻ എന്നെ കൊണ്ടാവൂല കേട്ടോ. പക്ഷെ എവിടെ കണ്ടാലും ഇലക്കറികൾ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വരും. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കാത്തൂട്ടിയും തന്നൂട്ടേയും ചേട്ടൻ പേടിപ്പിച്ച് കഴിപ്പിക്കുകയും ചെയ്യും കേട്ടോ. പാലക്ക് മേത്തി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഞങ്ങൾക്ക് ആക്കും അധികം പോകൂല കേട്ടോ. അപ്പോൾ ഇന്ന് ചീരയിൽ ഞാൻ അടിപൊളി ചക്കക്കുരു ഇട്ടിട്ട് ഒരു തോരൻ കാണിച്ചു തരാവേ. നാട്ടിൽ നിന്ന് ചക്കക്കുരു ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു എടുത്ത് ഞങ്ങൾ ഓരോന്നായിട്ട് ഒരു 5-6 ചക്കക്കുരു മതി. അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് നല്ല നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നുപോയി. അതിൻ്റെ വെള്ളമൊക്കെ വറ്റുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇല ഇടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇല ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. എന്നിട്ട് അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇത്രയിട്ട് ചതച്ചെടുത്തത് വെച്ചു. ചിക്കൻ വയ്ക്കുന്ന ദിവസങ്ങളിൽ ലുപ്തിച്ചെടുത്തിട്ട് പിറ്റേന്നത്തേക്ക് കൂടെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ചിക്കനും പുളിശ്ശേരിയും വെച്ചു. പുളിശ്ശേരി കളഞ്ഞപ്പം എനിക്ക് ഹൃദയാഘാതം വന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അടിപൊളി നമ്മുടെ ചക്കക്കുരു ചീരത്തോരൻ റെഡിയായി. അപ്പോൾ ഇനി നാളെ